ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഓമനത്വം തുളുമ്പുന്ന ദിവ്യ പൈതലിനെ കൺകുളിർക്കെ കാണാനെത്തിയ 3 ജ്ഞാനികൾ വിശ്വാസികളായ നമുക്കേവർക്കും എന്നും പ്രചോദനമാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവരെപ്പറ്റി ഉള്ള വിവരണം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്. ഹെരോദേസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്തു നിന്ന് ജ്ഞാനികൾ ജെറൂസലേമിലെത്തി. അങ്ങനെ യേശുവിനെ കാണുവാനുള്ള ആ ദാഹവും ഉൾമോഹവും ആ യേശുവിൻ്റെ സന്നിധാനത്തിലേക്ക് കടന്നു വരുവാനുള്ള ത്യാഗത്തോടുകൂടെയുള്ള അന്വേഷണവും സാഹസികമായ ആ യാത്രയും ആ ദിവ്യ പൈതലിനെ കണ്ടെത്തുമ്പോൾ സാഷ്ടാംഗം പ്രണമിച്ച് ആരാധനയർപ്പിച്ച് അവരുടെ ജീവിതത്തിൽ ആർജിച്ചെടുത്ത ആ ജീവിത സാഫല്യവുമൊക്കെ നമുക്കേവർക്കും അനുകരണീയവും പ്രചോദനാത്മകവുമാണ്. മത്തായിയുടെ സുവിശേഷം തുടർന്ന് വിവരിക്കുന്നു. അവർ ജെറൂസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവന് നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കുവാൻ വന്നിരിക്കുകയാണ്. അവരുടെ ഈ അറിവ് ഉള്ളിലുള്ള ദാഹം കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ആ ദാഹം ശമിപ്പിക്കുവാൻ വേണ്ടിയാണ് അവരിങ്ങനെ ത്യാഗമെടുത്ത് സാഹസിക യാത്ര നടത്തുവാൻ തീരുമാനിക്കുക. പിന്നീട് അന്വേഷണമായി. ആ അന്വേഷണത്തിൻ്റെ ദീർഘയാത്രയ്ക്കൊടുവിൽ നക്ഷത്രം അവരെ നയിച്ചതനുസരിച്ച് ഇതാ കാലിത്തൊഴുത്തിൽ എത്തുന്നു. അതാണ് അവരുടെ ജീവിതത്തിലെ സാഫല്യം. അങ്ങനെ ആ ഓമനത്വം തുളുമ്പുന്ന ദിവ്യ പൈതലിനെ കൺകുളിർക്കെ കാണുകയും ആരാധിക്കുകയും തങ്ങളുടെ തന്നെ ജീവിതത്തിൻ്റെ സമർപ്പണത്തിൻ്റെ പ്രതീകാത്മകമായ വിധത്തിൽ കാഴ്ചവസ്തുക്കൾ സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് സ്വന്തമാകുന്നത് വലിയ ജീവിതത്തിൻ്റെ സാഫല്യമാണ്. അവർ മറ്റൊരു പാതയിലൂടെ തിരിച്ചുപോയി എന്നും മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഈ വിവരണത്തിൻ്റെ അന്ത്യത്തിൽ വിവരിക്കുന്നു. അതോടെ അവരുടെ ജീവിതത്തിൽ മറ്റ് ആഗ്രഹങ്ങളില്ല. രാജാവിൻ്റെ പട്ടും പുടവയും മറ്റ് സമ്മാനങ്ങളൊന്നും അവർക്ക് വേണ്ട. രാജാവ് ഒരുപക്ഷെ നൽകുവാൻ സാധ്യതയുള്ള സൗഭാഗ്യങ്ങൾ അവർക്ക് വേണ്ട. പരിവർത്തനത്തിൻ്റെ പുതിയ പാതയിലൂടെ മറ്റൊരു വഴിയിലൂടെ അവർ മടക്കയാത്ര ചെയ്യുന്നു. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള മടക്കയാത്ര. ഇതാണ് യഥാർത്ഥത്തിൽ നമുക്കും സംഭവിക്കേണ്ടത്. നമ്മുടെയും ജീവിതത്തിൽ ഈ ഉള്ളിലെ മോഹം, ആന്തരികമായ അഭിവാഞ്ച നമ്മെ കൊണ്ടുചെന്നെത്തിക്കേണ്ടത് ഈ അന്വേഷണത്തിലേക്കാണ്. ഈ അന്വേഷണം അതെത്ര സാഹസികത നിറഞ്ഞതായാലും എത്ര പ്രതിസന്ധികൾ ഉൾക്കൊള്ളുന്നതായാലും ആ അന്വേഷണത്തിൻ്റെ ഒടുവിൽ നാം ദിവ്യ പൈതലിനെ കൺകുളിർക്കെ കാണണം. ആ ദിവ്യ പൈതൽ നൽകുന്ന ശാന്തിയും സമാധാനവും സന്തോഷവും നമ്മുടെ സ്വന്തമാകണം. ആ ദിവ്യ പൈതലിൻ്റെ പ്രതിച്ഛായ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അങ്ങനെ വർഷത്തിൻ്റെ ഓരോ ദിനവും നമ്മുടെ ഹൃദയത്തിൽ എന്നും പ്രതിഫലിക്കുന്ന ആ ദിവ്യ പൈതലിൻ്റെ ഛായ, പ്രത്യേകിച്ച് കാലിത്തൊഴുത്തിൻ്റെ പരിമിതികൾക്ക് നടുവിലും അനുഭവിക്കുന്ന ആ സ്വർഗീയ ശോഭ
നമ്മുടെയും ജീവിതത്തെ കൂടുതൽ ഭാസുരമാക്കും. നമ്മുടെയും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെ മുൻപിൽ എന്നും അനുഗ്രഹത്തിലൂടെ നമുക്ക് ജീവിതയാത്ര തുടരാനാകും. പരിവർത്തനത്തിൻ്റെ ഒരു പുതിയ പാത, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ അവസരത്തിലും കരുത്തോടുകൂടെ പിടിച്ചു നിൽക്കുന്ന സാധിക്കുന്ന വിധത്തിലുള്ള ഒരു അനുഗ്രഹീതമായ ജീവിതയാത്ര, തീർത്ഥാടനം നമുക്കും സ്വന്തമാകും. ഇതാണ് പൂജരാജാക്കൾ നമുക്ക് സമ്മാനിക്കുന്ന വലിയ ഒരു പ്രചോദനം. അപ്പോൾ ആ ആന്തരിക ദാഹവും ദിവ്യപൈതലിനെ കണ്ടെത്തുവാനുള്ള അധ്വാനവും അതുവഴി നമുക്ക് ലഭിക്കുന്ന ആരാധനയും ആ ആരാധനയുടെ ഫലമായി നമുക്ക് ലഭിക്കുന്ന സാഫല്യവുമൊക്കെ നമ്മുടെയും ജീവിതത്തിൽ സ്വന്തമാകും. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 16-ാം വാക്യത്തിൽ കർത്താവിനെ സമീപിക്കുന്ന ഒരു ധനിക യുവാവിനെ പറ്റി വിവരിക്കുന്നുണ്ട്. ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? കർത്താവ് അവനോട് കൽപ്പനകൾ പാലിക്കുന്ന കാര്യത്തെപ്പറ്റി വിവരിക്കുന്നു. പിന്നീട് പറയുക, ആ ധനികനായ യുവാവിനോട് തനിക്കുള്ള സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് വിതരണം ചെയ്യുവാനാണ്. പക്ഷേ അവൻ്റെ ആ സ്വാർത്ഥത, തനിക്ക് സ്വന്തമായ സ്വത്ത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനുള്ള ആ ത്യാഗമെടുക്കുവാനുള്ള മനോഭാവം അവനില്ല. ആ വിവരണത്തിൻ്റെ ഒടുവിൽ പറയുക, ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി. നമുക്കും ഇതൊരു ഓർമ്മയാണ്. ഈ ജ്ഞാനികൾ ത്യാഗത്തോടുകൂടെ യേശുവിനെ അന്വേഷിക്കുകയും തങ്ങളുടെ ജീവിതം സമസ്തവും സമ്പൂർണമായി സമർപ്പിച്ചതിൻ്റെ പ്രതീകമായി ഈ കാഴ്ചകൾ അർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ സാഫല്യത്തോടുകൂടെ മടങ്ങുന്നു. ഇതാ ഒരു യുവാവ് തനിക്കുള്ളതെല്ലാം വിറ്റ് പാവങ്ങൾക്ക് കൊടുക്കുവാൻ, അങ്ങനെ ഒരു പരിപൂർണതയുടെ പുതിയ ജീവിതം, പരിവർത്തനവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ അനുഭവിക്കുന്ന ഒരു പുതിയ ജീവിതം നയിക്കുവാനുള്ള സാധ്യത ആ മനുഷ്യന് ഇല്ലാതാകുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ നാം കാണുന്ന മറ്റൊരു ഭാഗം 13-ാം അധ്യായം 44 മുതലുള്ള വിവരണമാണ്. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധി പോലെ ആണ്. അത് കണ്ടെത്തുന്നവൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ഈ അനർഘമായ വിശിഷ്ടമായ നിധി സ്വന്തമാക്കുന്നു. യേശുവിനെ കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നവർ, ഈ ജീവിതത്തിന് അർത്ഥം നൽകുന്ന, ആശ്വാസം പകരുന്ന നിധി സ്വന്തമാക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഈ പൂജരാജാക്കളെ പോലെ ത്യാഗമെടുത്ത് അന്വേഷിച്ച് ആ അന്വേഷണത്തിൻ്റെ അവസാനത്തിൽ കുളിർക്കെ കാണുവാനും ആരാധനയർപ്പിക്കുവാനും അങ്ങനെ ജീവിത സാഫല്യം നേടാനും ആകണം. ജീവിതത്തിൻ്റെ അനർഘമായ നിധിയാണ് ക്രിസ്തു എന്നുള്ള ആ തിരിച്ചറിവ്. അതാണ് ആ ജ്ഞാനികളെ, പൂജരാജാക്കളെ വ്യത്യസ്തരാക്കി മാറ്റുക. അവർ പിറന്ന നാടും പരിചിതമായ സാഹചര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് യാത്രയാകുവാൻ തയ്യാറാകുന്നു. സാഹസികതയോടെയുള്ള യാത്ര. അവർക്ക് സ്വന്തമായ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇതാ പുതിയ ഒരു പാത തിരഞ്ഞെടുക്കുവാൻ, നക്ഷത്രം തെളിയിച്ച ആ പാതയിലൂടെ ചരിക്കുവാൻ അവർക്ക് തീരുമാനം എടുക്കാൻ ആകുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ മോശയുടെ വിവരണം കൊടുക്കുന്നത് ഭാഗത്ത് എരിയുന്ന ആ മുൾപ്പടർപ്പിനുള്ളിൽ യഹോവയായ ദൈവത്തെ കാണുമ്പോൾ അവനോട് ആവശ്യപ്പെടുന്നത് ഇതാണ്: നിന്റെ ചെരിപ്പുകൾ അഴിച്ചു മാറ്റുക. ചെരിപ്പുകൾ ജീവിതത്തിൻ്റെ സ്വാർത്ഥതയെയും നമുക്ക് സ്വന്തമായി കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുടെയും പ്രതീകമാണ്. അവ അഴിച്ചു മാറ്റുമ്പോഴാണ് ആ ദർശന സൗഭാഗ്യം നമുക്ക് സ്വന്തമായി ഉണ്ടാകുക. പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ ഫാദർ ജോസഫ് നോയിനർ
അദ്ദേഹത്തിൻ്റെ വാക്കിംഗ് വിത്ത് ഹിം എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നത് വളരെയേറെ ശ്രദ്ധേയമാണ്. വിത്ത് മോസസ് ഐ മസ്റ്റ് ആക്സെപ്റ്റ് ഓൾസോ മൈ ലൈഫ് ആൻഡ് ഡെസ്റ്റിനി ഇൻ അഡോറേഷൻ. ടേക്ക് ഓഫ് യുവർ ഷൂസ് ഫ്രം യുവർ ഫീറ്റ്, ഫോർ ദ പ്ലേസ് ഓൺ വിച്ച് യു ആർ സ്റ്റാൻഡിങ് ഈസ് ഹോളി ഗ്രൗണ്ട്. അതാണ് മോസസിന് കിട്ടിയത്. നിന്റെ ചെരിപ്പുകൾ അഴിച്ചു മാറ്റുക, കാരണം നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. വൈ ഡു വി വെയർ ഷൂസ്? എന്തിനാണ് നാം ചെരിപ്പുകൾ, ഷൂസുകൾ ധരിക്കുക? ടു കീപ് അവർ ഫീറ്റ് ക്ലീൻ, ടു പ്രൊട്ടക്റ്റ് അവർ സെൽസ് അഗെയിൻസ്റ്റ് സ്റ്റോൺസ്. അങ്ങനെ കല്ലുകളിൽ നിന്ന് നമ്മുടെ പാദങ്ങളെ സംരക്ഷിക്കുവാൻ, നമ്മുടെ പാദങ്ങളെന്നും ശുദ്ധമായി കാത്തുസൂക്ഷിക്കാൻ. ഷൂസ് മേക്ക് us stronger to climb mountains and swifter in sports. നമ്മെ കായിക അധ്വാനങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ ഷൂ നമ്മെ സഹായിക്കുന്നു. ഷൂസ് എൻഹാൻസ് ദ അപ്പിയറൻസ്. ദേ ക്യാൻ ഈവൻ ബിക്കം എ സ്റ്റേറ്റസ് സിമ്പിൾ. നമ്മുടെ പ്രത്യക്ഷം കൂടുതൽ മനോഹരമാക്കാൻ ഷൂ നമ്മെ സഹായിക്കുന്നു. അങ്ങനെ നമ്മുടെ കൂടുതൽ നമുക്കൊരു അലങ്കാരമായി തീരുന്നു. ഇൻ ഗോഡ്സ് പ്രസൻസ് വി ടേക്ക് ഓഫ് ദ ഷൂസ്, ദർ ഇസ് നോ പ്രിറ്റൻസ് ഓർ സ്റ്റേറ്റസ്. എത്ര മനോഹരമായി ഫാദർ ജോസഫ് നോയിനർ ഈ ചെരിപ്പുകൾ അഴിച്ചു മാറ്റുക എന്നുള്ളത് വിവരിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ മുൻപിൽ മറ്റെല്ലാം ഉപേക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഈശ്വര ദർശന സൗഭാഗ്യം നമുക്ക് സ്വന്തമാക്കുക. ജ്ഞാനികൾ അവർക്ക് പരിചിതമായ സാഹചര്യങ്ങൾ, കുടുംബം, നാട്, വീട്, സ്വന്തമായ പലതും അവർ ഉപേക്ഷിച്ച് അങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഇതാ ആ ഈശ്വര ദർശന സൗഭാഗ്യം ലഭിക്കുന്നു. ജീവിതത്തിൽ വലിയ ഒരു സൗഭാഗ്യം ഉണ്ടാകുന്നു. ഇപ്രകാരം പറയാറുണ്ട്, എ ജേർണി ടു ദി അൺനോൺ. യഥാർത്ഥത്തിൽ ഇവർ സഞ്ചരിച്ചത് അപരിചിതമായ, അവർക്ക് അറിവില്ലാത്ത ഒരു നാട്ടിലേക്കാണ് ഈ നക്ഷത്രത്തിൻ്റെ പാത പിഞ്ചെന്നുകൊണ്ട്. ഈ പൂജരാജാക്കളെ പോലെ തന്നെയാണ് മറിയവും. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സമസ്തവും സമ്പൂർണമായി സമർപ്പിക്കുന്ന ഒരു അമ്മയെയാണ്, വിശ്വാസത്തിൻ്റെ മാതാവിനെയാണ് മറിയത്തിൽ നാം ദർശിക്കുക. അതേപോലെ തന്നെ യൗസേപ്പും സ്വപ്നത്തിൽ ദർശിച്ച ആ ദൈവഹിതം അനുസരിച്ച് ആ മനുഷ്യൻ പെരുമാറുവാൻ തീരുമാനമെടുക്കുന്നു. അങ്ങനെയുള്ളവർക്കാണ് കാലിത്തൊഴുത്തിൽ ഓമനത്വം തുളുമ്പുന്ന ദിവ്യ പൈതലിനെ ദർശിക്കുവാനും അങ്ങനെ ആ ദർശന സൗഭാഗ്യം വഴി ജീവിതത്തിൽ സാഫല്യമടയുവാനും എല്ലാ പരിമിതികളുടെയും അവസരത്തിലും ആ പരിമിതികൾക്കപ്പുറത്തും സ്വർഗത്തിൻ്റെ സൗഭാഗ്യം സ്വന്തമായിട്ട് സ്വീകരിക്കാനുമാകുക. നക്ഷത്രം കണ്ട് അവർ പിന്തുടരുക, അവരെപ്പറ്റി പറയുക. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു എന്നാണ് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ. യഥാർത്ഥത്തിൽ അപ്രകാരം നക്ഷത്രങ്ങളെ കാണുക, നക്ഷത്രത്തെ ദർശിച്ച് ദൈവത്തിൻ്റെ പാത തിരഞ്ഞെടുക്കാനാകുക ഉള്ളിൽ ഹൃദയത്തിൽ ജ്ഞാനം ഉള്ളവർക്കാണ്. ആ ഈശ്വരൻ്റെ കൃപയനുസരിച്ച് ചരിക്കുവാൻ, അവിടുത്തെ ചൈതന്യത്തിൽ അനുസരിച്ച് നീങ്ങുവാൻ സാധിക്കുന്ന ആ ഉൾജ്ഞാനമുള്ളവർക്കാണ് അപ്രകാരം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാനാകുക. ക്രിസ്തുവെന്ന നക്ഷത്രം, ജീസസ് ദ സൂപ്പർ സ്റ്റാർ, ആ ക്രിസ്തു എന്ന നക്ഷത്രത്തെ പിന്തുടർന്ന് ജീവിക്കുന്നവർക്കാണ് ഇങ്ങനെ ജീവിതമെന്നും ചൈതന്യവും അനുഗ്രഹവുമായി മാറുവാൻ ആകുക. ബെനഡിക്ട് 16-ാമൻ പാപ്പ അദ്ദേഹത്തിൻ്റെ നസ്രയത്തിലെ യേശു എന്ന പുസ്തകത്തിൽ ഈ നക്ഷത്രത്തെ പിന്തുടർന്ന് പോകുന്ന പൂജരാജാക്കളെ പറ്റി വിവരിക്കുന്ന ഭാഗം വളരെയേറെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുക, യേശുവിലേക്കുള്ള മനുഷ്യവംശത്തിൻ്റെ യാത്രയെ ഈ പൂജരാജാക്കൾ പ്രതിനിധാനം ചെയ്യുന്നുവെങ്കിൽ ചരിത്രത്തിലുടനീളം തുടരുന്ന ഒരു പ്രദക്ഷിണത്തിന് അവർ തുടക്കം കുറിക്കുകയും
നമുക്കേവർക്കും പ്രചോദനമായ വിധത്തിൽ ഈ നക്ഷത്രത്തെ പിന്തുടരുന്ന ഒരു മാതൃക അവർ നൽകുകയും ചെയ്യുകയാണ്. ഈ നക്ഷത്രം ചെന്ന് നിൽക്കുക യഥാർത്ഥത്തിൽ ക്രിസ്തുവാകുന്ന നക്ഷത്രത്തിലേക്കാണ്. അവിടെ ക്രിസ്തുവിലെത്തിക്കഴിയുമ്പോൾ പിന്നെ ഈ പുറത്തുള്ള ബാഹ്യമായ നക്ഷത്രമല്ല, ക്രിസ്തു എന്ന നക്ഷത്രമാണ് പ്രധാനമായത്. അങ്ങനെ ക്രിസ്തു നൽകുന്ന ആ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാനാകും. ക്രിസ്തുവിൻ്റെ ആ പ്രകാശധാരയിൽ ആ ജീവിതം മുന്നോട്ട് പോകാനാകും. അങ്ങനെ പ്രകാശകിരണം ഹൃദയത്തിൽ ലഭിച്ച വ്യക്തികൾക്കാണ് ഈ നക്ഷത്രം കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ചു എന്നുള്ള ആ വിവരണം കൂടുതൽ പ്രസക്തമാകുക. നക്ഷത്രം യഥാർത്ഥത്തിൽ ക്രിസ്തുമസ് കാലഘട്ടത്തിലാണ് നാം കൂടുതലായി വീടുകളിൽ അലങ്കരിക്കാനും ദേവാലയങ്ങളിൽ ഒക്കെ പ്രകാശിതമാക്കുവാനും ഒക്കെ ഉപയോഗിക്കുന്നത്. ഈ നക്ഷത്രം യഥാർത്ഥത്തിൽ നമ്മെ ഓർപ്പിക്കുക ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ തന്നെയാണ്. യേശു ജനിച്ചപ്പോൾ പാതിരാവ് പകൽ ശോഭയിലായി. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, ക്രിസ്തു എന്ന യഥാർത്ഥ നക്ഷത്രത്തിൻ്റെ സാന്നിധ്യമാണ് ആ പാതിരാവിനെയും പകൽ ശോഭയിലേക്ക് ആക്കുക. എന്നാൽ യേശു മരിക്കുന്ന സമയം ഇതാ ഭൂമി മുഴുവൻ അന്ധകാരമായി മാറുന്നു. ആ പ്രകാശം എന്നും ഉദിച്ചു നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടും ഒക്കെ ശോഭയോടുകൂടെ പ്രശോഭനമായി നിലകൊള്ളുക. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം. അങ്ങനെ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് ക്രിസ്തു തന്നെപ്പറ്റി തന്നെ പറഞ്ഞതുപോലെ ആവർത്തിക്കുന്ന മറ്റൊരു വാക്യമാണ് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറയുമ്പോൾ ആ ഒരേ വാക്ക് തന്നെ ഉപയോഗിക്കുക, ഫോസ് എന്ന ഗ്രീക്ക് പദം ഉപയോഗിക്കുക. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് ക്രിസ്തു തന്നെപ്പറ്റി പറയുമ്പോഴും നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞ് തൻ്റെ ശിഷ്യന്മാരെ നോക്കി പറയുമ്പോഴും ഒരേ പദം ഉപയോഗിക്കുക. യേശു എപ്രകാരം താൻ ജീവിച്ചിരുന്ന കാലയളവിൽ മറ്റുള്ളവർക്ക് ആശ്വാസത്തിന് നക്ഷത്രമായി മാറിയോ, അതുപോലെ നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ചുറ്റുപാടുകളിൽ പ്രകാശിക്കുന്ന മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന നക്ഷത്രമായി തീരണം. അന്ധൻ്റെ കണ്ണുകളിൽ സ്പർശിച്ചുകൊണ്ട് ഇത്രയും നാൾ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ആ മനുഷ്യന് പുതിയ ഒരു പ്രകാശത്തിൻ്റെ പാത ക്രിസ്തു തുറന്നു കൊടുത്തു. തളർവാദ രോഗിയായി നിരാശയിൽ കഴിഞ്ഞിരുന്ന മനുഷ്യന് അടുത്തുപോയി സമീപത്തു ചെന്ന് സൗഖ്യം പ്രദാനം ചെയ്ത് ജീവിതം പുതിയ ഒരു പാതയിലൂടെ, പ്രകാശത്തിൻ്റെ പാതയിലൂടെ ക്രിസ്തു തിരിച്ചുവിട്ടു. പാപിനിയെന്ന് അറിയപ്പെട്ടിരുന്ന ജീവിതം അന്ധകാരത്തിൽ നിബന്ധിച്ചു പോയ ആ സ്ത്രീയെ ക്രിസ്തു പുതിയ പ്രകാശത്തിൻ്റെ പാതയിലൂടെ തിരിച്ചുവിടുന്നു. ഇതേ ദൗത്യമാണ് ക്രിസ്തു നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറയുമ്പോൾ നാമും മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്ന നക്ഷത്രമാകണം. ഈ നക്ഷത്രം കണ്ട് നമ്മിൽ ജ്വലിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൻ്റെ സാന്നിധ്യം കണ്ട് മറ്റുള്ളവർ ആനന്ദിക്കണം. ഈ പ്രകാശത്തിൻ്റെ നക്ഷത്രം കണ്ടപ്പോൾ ജ്ഞാനികൾ ആനന്ദിച്ചതുപോലെ ഇന്ന് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയേണ്ടതും ആ ആശ്വാസത്തിൻ്റെ നക്ഷത്രമായി തീരേണ്ടതും നമ്മൾ ഓരോരുത്തരുമാണ്. വാഴ്ത്തപ്പെട്ട ബീഡ് ഈ 3 ജ്ഞാനികളെ പറ്റിയും വിവരണത്തിൽ അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായ പേരും പ്രായവും ഒക്കെ വ്യക്തമാക്കുന്നത് ഏറെ ശ്രദ്ധേയമാണ്. മെൽക്കിയോർ എന്ന് പറയുന്ന ജ്ഞാനികളിൽ ഒരാൾ മുടി നരച്ച് നീണ്ട താടിയുള്ള മനുഷ്യൻ. ബൽത്തസാർ ജീവിതത്തിൻ്റെ മധ്യവയസ്സിൽ എത്തി നിൽക്കുന്നവൻ, അങ്ങനെ പ്രായത്തിൻ്റെ പക്വതയുള്ള മനുഷ്യൻ. കാസ്പർ യുവാവായ ഒരു മനുഷ്യൻ. അങ്ങനെ ഈ 3 വ്യക്തികളെ പറ്റിയും ബെനഡിക്ട് 16-ാമൻ പാപ്പ വ്യക്തമാക്കുമ്പോൾ അവരെപ്പറ്റി പറയുക ജീവിതത്തിൻ്റെ പല കാലഘട്ടങ്ങളെ പറ്റിയാണ്. അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. കാസ്പർ ജീവിതത്തിൻ്റെ യൗവനത്തെപ്പറ്റി, അങ്ങനെ ചുറുചുറുക്കോടുകൂടെ കാര്യങ്ങൾ ചെയ്യുന്ന കാലഘട്ടം. ബൽത്തസാർ
ജീവിതത്തിൻ്റെ ആ പക്വതയാർന്ന കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്ക് എത്തുമ്പോൾ മെൽക്കിയോർ പ്രതിനിധാനം ചെയ്യുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ മുഴുവൻ, ജീവിതമാകുന്ന തീർത്ഥാടനത്തിൻ്റെ മുഴുവൻ്റെയും ലക്ഷ്യം ഈ ജ്ഞാനികളെ പോലെ കാലിത്തൊഴുത്തിലെ ആ ദിവ്യ പൈതലിനെ കാണുവാനും ആ സാന്നിധ്യം എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കുവാനുമുള്ള ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. ജീവിതമെന്നും ആ കാലിത്തൊഴുത്തിലേക്കുള്ള തീർത്ഥാടനം, യേശുവിലേക്കുള്ള യാത്ര, ആ നക്ഷത്രത്തിലേക്കുള്ള സഞ്ചാര പഥം, അതാകണം നമ്മുടെയും ജീവിതം. അങ്ങനെ ആ നക്ഷത്രത്തിൻ്റെ ശോഭ, ഹൃദയത്തിൻ്റെ അന്ധകാരമെല്ലാം അകറ്റിക്കൊണ്ട് ജീവിക്കാനാകണം. ചില കഥകളിൽ നാലാമതൊരാളെ പറ്റി ഉള്ള വിവരണം കൂടെ നാം ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാകാം. ആർത്തവാൻ. അദ്ദേഹത്തിന് ഈ 3 പേരോടൊപ്പം യാത്ര ചെയ്യേണ്ട വ്യക്തിയായിരുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ ചില അവസരങ്ങളിൽ സമൂഹത്തിലെ തൻ്റെ ചുറ്റുപാടുമുള്ള ദുഃഖങ്ങളും നൊമ്പരങ്ങളും സഹനങ്ങളും കാണുമ്പോൾ അവിടെ അദ്ദേഹം യാത്ര നിർത്തുന്നു, അവരെ സഹായിക്കുവാൻ. അങ്ങനെ കാരുണ്യത്തിൻ്റെ പ്രതീകമായി ഉള്ള വ്യക്തിയായി മാറുന്നു. തനിക്ക് സമ്പാദിച്ച ആ കാലിത്തൊഴുത്തിൽ സമർപ്പിക്കുവാൻ വേണ്ടി സ്വന്തമാക്കിയിരുന്ന ഈ രത്നങ്ങൾ ഓരോന്നും വിറ്റ് അവർക്കെല്ലാം കാരുണ്യത്തിൻ്റെ ഉപകരണമായി മാറുന്നു ഈ 4ാമത്തെ ജ്ഞാനി ആർത്തവാൻ. ഈ കാരുണ്യത്തിൻ്റെയും അംശം എന്നും നമ്മുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണം. യേശുവിലേക്കുള്ള മനുഷ്യൻ്റെ ഈ യാത്രയെ ഇവർ 4 പേരും പ്രതിനിധാനം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ കാലയളവിൽ ഈ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എന്നും ഉറപ്പുവരുത്താനും നാം നോക്കണം. ബെനഡിക്ട് 16 പാപ്പ ഈ ജ്ഞാനികളെ പറ്റിയുള്ള വ്യാഖ്യാനത്തിൻ്റെ അവസരത്തിൽ ഇവരുടെ 3 പേരുടെയും ഉത്ഭവസ്ഥാനത്തെപ്പറ്റി കൂടെ വിവരിക്കുന്നുണ്ട്. വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ളവർ, ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള പ്രതിനിധികളായി കാണുന്നു. അതിലൊരു രാജാവ് കറുത്ത വർഗക്കാരനാണ്. യേശുവിൽ എല്ലാവരുടെയും സമത്വം, സാഹോദര്യം, എല്ലാ ഉച്ചനീചത്വങ്ങളും ചേരിതിരിവുകളും ജാതിയുടെ, വർഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെതായ എല്ലാ അതിർത്തി വരമ്പുകൾക്കപ്പുറം ഉള്ള ഐക്യം, കൂട്ടായ്മ, ഒരുമ, പങ്കാളിത്തം, ഇതെല്ലാമാണ് ഈ ജ്ഞാനികളുടെ സന്ദർശനം വഴി നമ്മെ ഓർപ്പിക്കുക. തീർച്ചയായും ഈ ജ്ഞാനികളുടെ വരവ് ഈ നക്ഷത്രത്തെ പിന്തുടർന്ന് വരുമ്പോൾ ഹെറോദേസ് രാജാവ് അസ്വസ്ഥനാകുന്നു, ജെറൂസലേം അസ്വസ്ഥമാകുന്നു. ഈ ക്രിസ്തുവിലേക്കുള്ള തുറവിയില്ലാത്ത വ്യക്തികൾക്ക്, ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അംഗീകരിക്കുവാൻ സാധിക്കാത്ത വ്യക്തികൾക്ക് അവരുടെ ഹൃദയങ്ങൾ എന്നും അസ്വസ്ഥമാണ്. അങ്ങനെയുള്ള നഗരങ്ങളും പ്രദേശങ്ങളും എന്നും അസ്വസ്ഥതയിൽ നിലകൊള്ളുകയും ചെയ്യും. ക്രിസ്തുവിൻ്റെ പ്രഭാപൂരം, ആ നക്ഷത്രത്തിൻ്റെ സാന്നിധ്യം ഹൃദയത്തിൽ സ്വന്തമായി സ്വീകരിക്കുന്നവർക്കാണ് ഈ ഒരു പുതിയ ജീവിത അന്തസ്സിലേക്ക് പ്രവേശിക്കാനാകുക, പരിവർത്തനത്തിൻ്റെ നവീന പാതയിലൂടെ സഞ്ചരിക്കാനാകുക. യേശുവിനെ സന്ദർശിക്കുവാനെത്തിയ ഈ ജ്ഞാനികളുടെ ജീവിതം നമുക്കങ്ങനെ പ്രചോദനമാകുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തെ കണ്ണുകളിറക്കെ കാണുവാനുള്ള അഭിവാഞ്ച, ആ ആഗ്രഹം, ആ ആത്മീയ ദാഹം പൂർത്തീകരിക്കുവാനുള്ള അന്വേഷണം, ആ അന്വേഷണത്തിൻ്റെ ഫലമായി എന്തു പ്രതിസന്ധി വന്നാലും സാഹസികതയോടുകൂടെ തന്നെ ആ അന്വേഷണം തുടരുവാനും ആ അന്വേഷണത്തിൻ്റെ അന്ത്യത്തിൽ ദിവ്യ പൈതലിനെ കൺകുളിർക്കെ കാണാനും ആ ദിവ്യ പൈതലിൻ്റെ സ്വർഗീയ ശോഭ നമ്മുടെ ഹൃദയ വാതിലുകളെ, നമ്മുടെ ജീവിതത്തെ തന്നെ കൂടുതൽ പ്രകാശമാനമാക്കുവാനും സാധിക്കണം. അങ്ങനെ പരിവർത്തനത്തിൻ്റെ പുതിയ പാതയിലേക്കുള്ള യാത്ര നമ്മുടെയും സ്വന്തമാകണം. ഒരു നിമിഷം പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ മണ്ണിൽ അവതരിച്ചപ്പോൾ കാലിത്തൊഴുത്തിലെ ആ പരിമിതികൾ നിറഞ്ഞ സാഹചര്യം പൂർണ്ണമായും സ്വർഗീയ ശോഭയിലായി. കാലിത്തൊഴുത്തിലെ ആ പാതിരാവിലെ അന്ധകാരവും നിഴലുകളുമെല്ലാം മാറിക്കൊണ്ട് സ്വർഗീയ ശോഭയിലായി മാറി. ആ കാലിത്തൊഴുത്തിൽ ഓമനത്വം തുളുമ്പുന്ന ദിവ്യ പൈതലിനെ കൺകുളിർക്കെ കാണുന്നവർക്ക് ജീവിതം എന്നും
പ്രകാശമാനമായി മാറുന്നു. അങ്ങയെ തേടി കടന്നു വന്ന ആ ജ്ഞാനികൾ നൽകുന്ന പ്രചോദനം, സന്ദേശം, മാതൃക ഞങ്ങൾക്കും വലുതാണ്. അവരെപ്പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങയെ കൺകുളിർക്കെ കാണാൻ, ആ ദർശന സൗഭാഗ്യം ഞങ്ങളുടെയും സ്വന്തമാക്കാൻ, അങ്ങനെ സാഷ്ടാംഗം പ്രണമിച്ച് ആ പൂജരാജാക്കളെ പോലെ ആരാധിക്കുവാൻ, തങ്ങളുടെ തന്നെ ജീവിതത്തിൻ്റെ പ്രതീകമായ പൊന്നും മീറയും കുന്തുരുക്കവും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെയും ജീവിതത്തിലെ സ്വാർത്ഥതകളെല്ലാം വെടിഞ്ഞ് ആ അനർഘമായ നിധി ഞങ്ങളുടെയും സ്വന്തമായി തീരാൻ വരമേകണമേ. അങ്ങനെ ജീവിതം ഒരു പുതിയ പാതയിലൂടെ പരിവർത്തനത്തിൻ്റെ ഒരു മടക്കയാത്ര ഞങ്ങളുടെയും സ്വന്തമാക്കാൻ അനുഗ്രഹിക്കണമേ. സ്നേഹമുള്ളവരെ, ഈ യേശുവിൻ്റെ വരവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രകടമായ മാറ്റമുണ്ടാകണം. ജ്ഞാനികളെ പോലെ ആ കാലിത്തൊഴുത്തിലേക്ക് കടന്നു ചെല്ലാൻ, അങ്ങനെ നമ്മുടെയും ജീവിതം കൂടുതൽ അനുഗ്രഹപ്രദമാകാൻ, അതുവഴി ജീവിതത്തിലെ ഓരോ ദിനവും ആ കാലിത്തൊഴുത്തിൻ്റെ ഓർമ്മ ഹൃദയത്തിൽ കാത്തുസൂക്ഷിക്കാൻ, കാലിത്തൊഴുത്തിൻ്റെ പരിമിതികൾക്കപ്പുറവും സ്വർഗത്തിൻ്റെ ശോഭ സ്വന്തമായി എല്ലാ പരിമിതികൾക്ക് നടുവിലും ഏത് പ്രതിസന്ധി വന്നാലും സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകാൻ, അങ്ങനെ ജീവിതമെന്നും അനുഗ്രഹപ്രദമാകാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.